ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇത് സങ്കൽപ്പിക്കുക. ലഭ്യമായതിൽ വച്ച് ഏറ്റവും നൂതനമായ ഹോം സെക്യൂരിറ്റി സിസ്റ്റം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ചെറിയ ചലനത്തിൽ പോലും മോഷൻ സെൻസർ അലാറങ്ങൾ പ്രതികരിക്കും. സ്മാർട്ട് ലോക്കുകൾ എല്ലാ വാതിലുകളും അടയ്ക്കുന്നു. ക്യാമറകൾ വീടിന്റെ എല്ലാ കോണുകളും നിരീക്ഷിക്കുന്നു. അലേർട്ടുകൾ നിങ്ങളുടെ ഫോണിലേക്ക് നേരിട്ട് പോകുന്നു. വസ്തുവിനെ ചുറ്റിപ്പറ്റി ഉയർന്ന മതിലുകൾ. കാവൽ നായ്ക്കൾ മുറ്റത്ത് പട്രോളിംഗ് നടത്തുന്നു. എല്ലാം സുരക്ഷിതമാണെന്ന് തോന്നുന്നു. ഒന്നും അകത്തുകടക്കാൻ കഴിയില്ലെന്ന് തോന്നുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് കൂടുതൽ ആഴത്തിലുള്ള ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിന്റെ സുരക്ഷയെക്കുറിച്ച്, നിങ്ങളുടെ ആത്മാവിനെക്കുറിച്ച്. ഒരു ക്യാമറയ്ക്കും കണ്ടെത്താൻ കഴിയാത്ത അപകടങ്ങളിൽ നിന്ന്, ഭയം, പ്രലോഭനം, പാപം, തിന്മയുടെ നിശബ്ദ ആക്രമണങ്ങൾ എന്നിവയിൽ നിന്ന് നമുക്ക് എവിടെ സംരക്ഷണം ലഭിക്കും? ഇന്നത്തെ സുവിശേഷം ഈ ആഴമേറിയ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഉമ്മനായ ഒരു മനുഷ്യനിൽ നിന്ന് യേശു ഒരു ഭൂതത്തെ പുറത്താക്കുന്നു. പെട്ടെന്ന് ആ മനുഷ്യന് വീണ്ടും സംസാരിക്കാൻ കഴിയും. ആളുകൾ അത്ഭുതപ്പെടുന്നു. എന്നിട്ടും എല്ലാവരും സന്തോഷിക്കുന്നില്ല. ചിലർ യേശുവിനെ കുറ്റപ്പെടുത്തുകയും പറയുന്നു, ഭൂതങ്ങളുടെ പ്രഭുവായ ബെയെത്സെബൂലിനെ കൊണ്ടാണ് അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത്. ശാന്തമായ ജ്ഞാനത്തോടെ യേശു അവർക്ക് ഉത്തരം നൽകുന്നു. ഒന്നാമതായി, അവരുടെ ആരോപണത്തിലെ പൊരുത്തക്കേട് അവൻ തുറന്നുകാട്ടുന്നു. യഹൂദന്മാർക്കിടയിൽ തന്നെ ഭൂതങ്ങളെ പുറത്താക്കാൻ ശ്രമിച്ച ആളുകളുണ്ടായിരുന്നു. യേശു തിന്മയുടെ ശക്തിയാൽ പ്രവർത്തിക്കുന്നുവെന്ന് അവർ അവകാശപ്പെട്ടാൽ അവർ സ്വന്തം ആളുകളെയും കുറ്റം വിധിക്കേണ്ടിവരും. പിന്നെ യേശു ലളിതവും എന്നാൽ ശക്തവുമായ ഒരു സത്യം നൽകുന്നു. സ്വന്തം വിഭജിച്ചിരിക്കുന്ന ഏതൊരു രാജ്യവും വീഴും. സാത്താനെ പുറത്താക്കുകയാണെങ്കിൽ അവന്റെ സ്വന്തം രാജ്യം തകരും. തിന്മ സ്വയം നശിപ്പിക്കുന്നില്ല. പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് കൂടുതൽ ആഴത്തിലുള്ള അർത്ഥം യേശു വെളിപ്പെടുത്തുന്നു. ദൈവത്തിന്റെ വിരൽ കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നു. ദൈവത്തിന്റെ വിരൽ എന്ന ഈ പ്രയോഗം നമ്മെ പുറപ്പാടിന്റെ പുസ്തകത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു. ഫറവോന്റെ മാന്ത്രികർക്ക് ഇനി മോശയുടെ പ്രവൃത്തികൾ അനുകരിക്കാൻ കഴിയാത്തപ്പോൾ അവർ സമ്മതിച്ചു, ഇത് ദൈവത്തിന്റെ വിരൽ, പുറപ്പാട്. അതുപോലെ ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് യേശു വെളിപ്പെടുത്തുന്നു. ഇരുട്ടിന്റെ രാജ്യം നേരിടപ്പെടുകയും കീഴടക്കപ്പെടുകയും ചെയ്യുന്നു. ശക്തനായ മനുഷ്യന്റെ വീട്ടിൽ പ്രവേശിച്ച് തിന്മയുടെ ശക്തി തകർക്കുന്ന ശക്തനാണ് യേശു. എന്നിരുന്നാലും നമ്മൾ പലപ്പോഴും മറ്റു തരത്തിലുള്ള സുരക്ഷയിൽ വിശ്വാസം അർപ്പിക്കുന്നു. മനുഷ്യ സുരക്ഷ എത്രത്തോളം ദുർബലമാണെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ദിരാഗാന്ധി ഉന്നത സുരക്ഷാ സേനകളാൽ ചുറ്റപ്പെട്ടിരുന്നു. എന്നിട്ടും അവരെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചവരാൽ അവർ കൊല്ലപ്പെട്ടു. ദശലക്ഷക്കണക്കിന് ആളുകൾ സ്നേഹിച്ച മഹാത്മാഗാന്ധി ഒരു കൊലയാളിയുടെ വെടിയുണ്ടയിൽ വീണു. ശക്തമായ ഒരു രാഷ്ട്രത്തിന്റെ പ്രസിഡന്റായി സംരക്ഷിക്കപ്പെട്ട എബ്രഹാം ലിങ്കൺ ഒരു നാടകവേദിയിൽ കൊല്ലപ്പെട്ടു. ഈ ഉദാഹരണങ്ങൾ നമ്മെ ഒരു ഗൗരവമേറിയ സത്യത്തെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യ സംരക്ഷണ സംവിധാനങ്ങൾ പരാജയപ്പെടാം. മതിലുകൾ തകർക്കാം. പൂട്ടുകൾ തുറക്കാം. കാവൽക്കാർക്ക് തെറ്റുകൾ വരുത്താം. ലോകം വാഗ്ദാനം ചെയ്യുന്ന സുരക്ഷ ഒരിക്കലും പൂർണ്ണമല്ല. അതിനാൽ യേശു നമ്മെ കൂടുതൽ ആഴത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടുവരുന്നു. അദ്ദേഹം പറയുന്നു, എന്നോടൊപ്പം ഇല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോടൊപ്പം കൂടാത്തവൻ ചിതറിപ്പോകുന്നു. ഒരു നിഷ്പക്ഷ നിലപാടുമില്ല. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ നിത്യവിധി ക്രിസ്തുവിനോടുള്ള നമ്മുടെ പ്രതികരണത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ്. നമ്മൾ ഓരോരുത്തരും സത്യസന്ധമായി ചോദിക്കണം, യേശു യഥാർത്ഥത്തിൽ എന്റെ ജീവിതത്തിന്റെ യജമാനനാണോ? ഞാൻ അവനെ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടോ, അതോ ഞാൻ ഇപ്പോഴും പ്രധാനമായും എന്റെ സ്വന്തം ശക്തിയിലും പദ്ധതികളിലും എന്റെ സുരക്ഷാബോധത്തിലും ആശ്രയിക്കുന്നുണ്ടോ? ദൈവവചനം നമ്മെ അവനിൽ മാത്രം ആശ്രയിക്കാൻ ക്ഷണിക്കുന്നു. പ്രവാചകനായ യിരെമ്യാവിലൂടെ കർത്താവ് പറയുന്നു, എന്റെ വാക്കു കേട്ടനുസരിപ്പിൻ, എന്നാൽ ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും, നിങ്ങൾ എന്റെ ജനമായിരിക്കും. യിരെമ്യാവ്. വിശുദ്ധ പത്രോസ് നമ്മെ മുന്നറിയിപ്പ് നൽകുന്നു, നിർമ്മതരും ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റിനടക്കുന്നു. നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് അവനെ ചെറുത്തുനിൽക്കുവിൻ. ഒരു പത്രോസ്. സങ്കീർത്തനം 91 നമുക്ക് മനോഹരമായ ഒരു വാഗ്ദാനം നൽകുന്നു. അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവൻ സർവശക്തന്റെ നിഴലിൽ വിശ്രമിക്കും. ദൈവം തന്നെ നമ്മുടെ സങ്കേതമാകുന്നു. കർത്താവിന്റെ സംരക്ഷണത്തേക്കാൾ ശക്തമല്ലാത്ത ഒരു സുരക്ഷാ സംവിധാനവുമില്ല. അതിനാൽ സുവിശേഷം നമ്മെ സൗമ്യമായി നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ലളിതവും എന്നാൽ പ്രധാനപ്പെട്ടതുമായ ഒരു ചുവടുവയ്പ് നടത്താൻ ക്ഷണിക്കുന്നു. സാങ്കേതികവിദ്യയിൽ നിന്നോ സമ്പത്തിൽ നിന്നോ ശക്തിയിൽ നിന്നോ യഥാർത്ഥ സുരക്ഷ ലഭിക്കുന്നില്ല. ദൈവസന്നിധിയിൽ ജീവിക്കുന്നതിലൂടെയാണ് യഥാർത്ഥ സുരക്ഷ ലഭിക്കുന്നത്. ഈ ആഴ്ച ഒരു ചെറിയ ആത്മീയ പരിശീലനം പരീക്ഷിക്കുക. ഓരോ ദിവസവും ഒരു ഭയമോ ആശങ്കയോ കർത്താവിന്റെ മുമ്പാകെ കൊണ്ടുവരിക.
91 സങ്കീർത്തനത്തിലെ വാക്കുകൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ആ ഭയം അവനിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുക. ദൈവം നിങ്ങളുടെ ആത്മാവിന്റെ സംരക്ഷകനാകാൻ അനുവദിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, നീ ഞങ്ങളുടെ സങ്കേതവും ശക്തിയുമാണ്. നിന്റെ ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ അന്ധകാരങ്ങളെയും അകറ്റണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശ്വാസം കൊണ്ട് നിറയ്ക്കണമേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. നിന്നിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിലൂടെ. ആമേൻ.